ഹലോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്കിവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡ് ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തി വരികയും വർഷങ്ങളായിട്ട് ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഗുലർ കസ്റ്റമേഴ്സ് ഒത്തിരി ഉണ്ടായിരുന്നു. അവർക്ക് ഒത്തിരി മെഡിസിൻ മേടിക്കുന്ന കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് മാറിയാണ് ഈ ഒരു മെഡിക്കൽ ഷോപ്പ്. അതുകൊണ്ട് തന്നെ ഭയങ്കര വലിയ സെയിലും കാര്യങ്ങളും ഒന്നും ഇല്ല, ആവറേജൊക്കെയാണ്. അപ്പോൾ അതങ്ങനെ വർഷങ്ങളായി നടത്തിക്കൊണ്ട് പോകുന്നപ്പോൾ ഒരു പക്ഷേ അവർക്ക് ആ ഒരു സ്പേസ് മാറണം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നല്ല സൗഹൃദമൊക്കെ ഉള്ളവരാണ്, അത്യാവശ്യം നല്ല രീതിയിൽ സൗഹൃദം പുലർത്തി പോകുന്നവരാണ് എല്ലാവരുമായിട്ട്. നല്ലൊരു ക്യാരക്ടേഴ്സും ഒക്കെയാണ് രണ്ടു പേർക്കും അതെ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം അവർ ആ ഒരു മെഡിക്കൽ ഷോപ്പ് ഇരുന്ന സ്പേസ് മാറി വേറൊരു സ്ഥലത്തേക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരുപാട് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മെഡിക്കൽ ഷോപ്പ് ഒരു സ്ഥലത്ത് നിന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയ ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെന്തോ ഒരു ചെറിയ വീഴ്ച വന്നിട്ട് അവർക്ക് പുതിയ സ്ഥലത്തേക്ക് മാറിയ സ്ഥലത്തേക്ക് അത് ഓപ്പൺ ആക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവർ മെഡിസിനൊക്കെ എടുത്തു, ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്ന് മെഡിസിൻസ് ഒക്കെ എടുത്തു. അങ്ങനെ ഫോർമാലിറ്റീസിലൊക്കെ എന്തൊക്കെയോ ചെറിയൊരു പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് തോന്നുന്നു അവർക്കത് തുറന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് അടഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കസ്റ്റമേഴ്സിനൊന്നും, അതായത് റെഗുലറായിട്ട് അവരുടെ കയ്യിൽ നിന്ന് മെഡിസിൻ എടുത്തുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സിനൊന്നും മെഡിസിൻ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു ഡിസ്കൗണ്ടുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് മെഡിസിൻ എടുത്ത് ഇവർക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എന്നെ ഒരിക്കലും ഇതുപോലെ കണ്ടുമുട്ടിയപ്പോൾ നല്ല സൗഹൃദം ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ അടുത്തും ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ ഇങ്ങനെ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, റെഗുലറായിട്ട് ഇങ്ങനെ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്, വലിയ എമൗണ്ടിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ മെഡിസിൻ കൊടുത്ത് ഹെൽപ്പ് ചെയ്യാമോ? അപ്പോൾ ഒരു 15 days ടൈം കൊടുക്കണം അവർക്ക്. അപ്പോൾ അവരൊക്കെ ഈ പെൻഷനൊക്കെ വന്നിട്ട് ക്യാഷ് തരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 15 days മെഡിസിൻ 1-ാം തീയതി എടുത്തു കഴിഞ്ഞാൽ 15-ാം തീയതി കഴിഞ്ഞാലാണ് അവർക്ക് മെഡിസിൻ ക്യാഷ് തരാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു 6-7 കസ്റ്റമറിൻ്റെ ഒരു ലിസ്റ്റ് എനിക്ക് ഇട്ട് തന്നു. അപ്പോൾ അവർക്കെല്ലാം ഇപ്പോൾ ഒരാൾക്ക് തന്നെ ഒരു 16,000 അല്ലെങ്കിൽ 17,000 രൂപയുടെ 12,000 രൂപയുടെ ഒക്കെ മെഡിസിൻ ഉണ്ടാവും ടോട്ടൽ. അപ്പോൾ അത് ഡിസ്കൗണ്ടൊക്കെ ഇട്ട് ഞാൻ ഇത് ഒറ്റ ദിവസം തന്നെയാണ് ഒരു ദിവസം പിറ്റേ ദിവസം കൊണ്ടാണ് ഇത്രയും കസ്റ്റമേഴ്സിനുള്ള മെഡിസിൻസ്. അപ്പോൾ എനിക്ക് കസ്റ്റമർ ഡീറ്റെയിൽസ് ഇവർ തരില്ല, കാര്യം അത് ശരിയല്ലല്ലോ. കാര്യം അവരിനി മെഡിക്കൽ ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവരുടെ കസ്റ്റമേഴ്സിന് അവർക്ക് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ എന്നുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷെ അതിനോട് എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെൻ്റെ കയ്യിൽ നിന്ന് നേരിട്ടായിരുന്നു ഈ മെഡിസിനൊക്കെ മേടിച്ച് ഈ കസ്റ്റമേഴ്സിനൊക്കെ കൊണ്ടുകൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അത് വിശ്വസിച്ച് അവർക്ക് മെഡിസിനൊക്കെ കൊടുത്തു. അവർ കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് എമൗണ്ട് ഇവർക്കാണ് കൊടുക്കുന്നത്. ഇവരാണ് നമുക്ക് ആ എമൗണ്ട് മേടിച്ചു തരാം. അങ്ങനെ ഒരു 50,000 രൂപയുടെ മെഡിസിൻസ് വരെ 50,000 രൂപയുടെ മെഡിസിൻസ് വരെ നമ്മളങ്ങനെ കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായ കുറേ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം അത്രയും രൂപ നമ്മൾ പെൻഡിങ് വെച്ചിട്ടാണല്ലോ കൊടുക്കുന്നത്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അതിലൊരു 10,000 രൂപ വരെയൊക്കെ അവർ നമുക്ക് തന്നു, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത്. പിന്നെയും ഒരു 36-37 രൂപയോളം പെൻഡിങ് ഉണ്ട്. പിന്നെ ഇവർ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇവർ പിന്നെ വിളിച്ചാൽ ഫോണും എടുക്കത്തില്ല, കോണ്ടാക്ട് ചെയ്യാൻ ഒരു മാർഗവും ഇല്ല. ഇവർ താമസിക്കുന്ന സ്ഥലമൊന്നും എനിക്കറിയില്ല. ഇവർ ആ ഷോപ്പ് എവിടെയാണോ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ആ ഷോപ്പ് എവിടെയാണോ എന്നുള്ളത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. അത് മാത്രമേ എനിക്ക് ഇവരുമായിട്ട് ശരിക്കും കണക്ഷനുള്ളൂ. പിന്നെ ഇവർ രണ്ടുപേരെയും ഫോൺ നമ്പറും മാത്രമാണ്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ഇവർ ഒരു 2 മാസത്തോളം ഇവർ യാതൊരു വിധത്തിലും ഫോൺ എടുക്കത്തില്ല, എങ്ങനെ മെസ്സേജ് അയക്കും. പക്ഷേ ഇതൊക്കെ ഈ മെസ്സേജൊക്കെ ഇവർ കാണുന്നുണ്ട്, കോളെല്ലാം പോകുന്നുണ്ട്. പക്ഷേ യാതൊരുവിധ റിപ്ലൈയോ ഫോൺ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവരുടെ കട എവിടെയാണോ ഓപ്പൺ ചെയ്യാൻ ഇവർ തീരുമാനിച്ച ആ ഒരു സ്ഥലത്ത് നേരിട്ട് പോയി അന്വേഷിച്ചപ്പോൾ ഈ കട ഉടമയെ കണ്ട് അതായത് ഈ അടച്ചിട്ടേക്കുന്ന കട ഉടമയെ കണ്ട് ഇവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ്സും ഇവരെ കോണ്ടാക്ട് ചെയ്യാനും നമ്മൾ ശ്രമിച്ചു. അപ്പോൾ ആ കട ഉടമയെ കൊണ്ട് ഇവരെ വിളിപ്പിച്ചു. അന്നേരം ഇവർ ഫോൺ എടുത്തു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ കട ഉടമ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേന്നായപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങ് പോന്നു. പിറ്റേന്നായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഞങ്ങൾ അന്വേഷിച്ച് പെറുക്കിയൊക്കെ പോയതല്ലേ, അന്നൊരു കാര്യം ചെയ്യും, ആരെ അന്വേഷിച്ചാണോ നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് എടുത്തത് അവരുടെ അടുത്ത് നിന്ന് കാശ് മേടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു റെസ്പോണ്ട് എങ്ങനെയാണ്. അതായത് ഞങ്ങൾ ഒരു വിവരവും ഇല്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ അന്വേഷിച്ച് പോയപ്പോൾ ഇവരുടെ ആ കട ഉടമ വിളിച്ചപ്പോൾ ഫോൺ എടുത്തു. കട ഉടമ കാര്യം അറിഞ്ഞു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് നാണക്കേടായി. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യത്തേക്ക് ഇവർക്ക് നാണക്കേടായി.
അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്ത് കാര്യത്തിന് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി. ആയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്നാൽ എനിക്ക് ഈ ക്യാഷ് കിട്ടിയേ പറ്റുള്ളൂ, ഞാൻ ഉള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഒരു കാര്യം കേസ് കൊടുക്കും, കേസ് കൊടുത്തൊക്കെ ഞാൻ ഒന്ന് മേടിക്കാൻ നോക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാൽ കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു. കേസ് വേറെ വഴിയില്ലല്ലോ, അപ്പോൾ കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിറ്റേന്നാൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഞാൻ അന്നേരത്തെ ഒരു വിഷമം കൊണ്ടൊക്കെ പറഞ്ഞാണ്, ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഞങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും ഒന്നും സുഖമില്ല, അവരൊക്കെ ഹോസ്പിറ്റലിലൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് അവരുടെ കുറേ ഇത്. പക്ഷേ ഈ കാശ് ഒരിക്കലും ഞങ്ങൾ തരാതിരിക്കത്തില്ല, ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഇത് കുറച്ച് വീതം തരാമെന്ന് പറഞ്ഞു. അതായത് ബൾക്കായിട്ട് അത്രയും എമൗണ്ട് ഒരുമിച്ച് തരാൻ പറ്റില്ല, ഞങ്ങൾ കുറച്ച് തരാം. ആ കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മാസം 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, ഇപ്പോഴും സെയിം വേ. ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരത്തില്ല, ഒന്നും തരത്തില്ല, ഒരു പൈസയും തന്നിട്ട് വരും. അപ്പോൾ ഇനിയിപ്പോൾ കേസ് കൊടുക്കുക തന്നെയുള്ളൂ വഴി എന്ന് പറയാം എന്നതാണ് നല്ലത്. ഒരു കാരണവശാലും അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകും. ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെടും. ഇനി 100-ൽ എന്താ പറയുക 99% ആൾക്കാർ പെടും. 1% അങ്ങനെ ചിലപ്പോൾ അവർ നല്ല രീതിയിൽ സഹകരിച്ച് കൊണ്ടുപോകുന്നെങ്കിൽ അത് നമ്മളെ നല്ല ഇതാക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബാക്കിയൊക്കെ നമ്മൾ പെടും. അപ്പോൾ എത്ര നല്ലൊരു സൗഹൃദമായിരുന്നു, വർഷങ്ങൾ നീണ്ടൊരു സൗഹൃദമായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായി എന്നുള്ളതാണ് കാര്യം. അത്രയും വലിയ എമൗണ്ടാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എത്ര കാര്യങ്ങളാണ്, അതും ഇത്രയും ബൾക്കായിട്ട് ഒറ്റയടിക്കൊക്കെ എടുത്തുകൊണ്ട് പോയതാണ്. അപ്പോൾ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് കൂടെ ഒരു സജഷൻ കൂടിയാണ് കേട്ടോ നിങ്ങളോട് ചോദിക്കുന്ന കാര്യം. ഇത് കേസാക്കി കൊണ്ടുപോയാൽ അതിനെന്തെങ്കിലും എന്താണ്, അത് സക്സസ് ആവുമോ, കേസാക്കിയാൽ വല്ല ഉപയോഗം ഉണ്ടാവുമോ? അവർ പൈസ തരാൻ പ്ലാനൊന്നുമില്ല ഏതായാലും. അപ്പോൾ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുറച്ച് വീതെങ്കിലും തന്നേനെ, ഒരിക്കലെങ്കിലും ഒരു ഫോൺ എടുത്ത് റെസ്പോണ്ട് ചെയ്തേനെ. എന്തായാലും അങ്ങനെയൊന്നും ഇല്ല. നോർമലി എത്ര കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവർ യാതൊരു റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല ശരിക്കും ഇനി കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ സക്സസ് ആകുമെന്ന്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ആധികാരികമായി അറിയാവുന്ന ഒരുപാട് പേര് ചിലപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് അതിനൊരു പോം വഴി എന്നൊക്കെ പറഞ്ഞു തരുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ദയവ് ചെയ്ത് സഹായിക്കാൻ പോകരുത്. നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ പോകും. സഹായം എന്നൊരു സംഭവം, ഹെൽപ്പ് അവിടെ വന്നില്ല. അത് വെച്ചാൽ ഇതുപോലെ കാശോ കാര്യങ്ങളോ ഒക്കെ കടം കൊടുത്ത് ഉള്ള സംഭവം വരാതിരുന്നാൽ അത് നല്ല രീതിക്ക് തന്നെ പോകും. അല്ലെങ്കിൽ അത്രത്തോളം നമുക്ക് തിരിച്ചു തരും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. സത്യം.